ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ ഞാൻ ആദ്യമായിട്ട് ഇടുന്നൊരു ലോങ് വീഡിയോ ആണ്. ഇതിന് മുന്നേ കുറച്ച് ഷോർട്സ് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ അല്ലാണ്ട് അത്ര ആക്റ്റീവായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ടൈമായി. ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കുക, ഞാനത് എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലാണെങ്കിൽ ഇടാന്നുള്ള രീതിക്ക്. അപ്പോഴേ നമുക്ക് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലാകാക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലാകാക്കാതെ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കുന്നത് വെച്ചാൽ ഹൗ ഓൾഡ് ആർ യു എന്നാണ്. എനിക്ക് 22 വയസ്സായി. 22 വയസ്സ് കഴിയാറായി. 22 വയസ്സാണ് എന്തായാലും ഇപ്പോഴും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, ഞാൻ പഠിച്ചിരുന്നതെന്ന് വെച്ചാൽ ഡിഗ്രി BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മേൺ സ്റ്റാക്ക് എന്ന് പറയുന്ന ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു ജോലി കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ വേറെ ജോലിയിലൊക്കെ കയറി. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ മുടി വെട്ടിക്കളയല്ലേ. സോറി, ഞാൻ എൻ്റെ ചേച്ചിയുടെ കല്യാണം വരെ എനിക്ക് മുടി തൊടാൻ ഒരു അനുമതി കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞാലും ഞാൻ മുടി വെട്ടും. കാരണം ഇപ്പോൾ ലോങ് ഹെയർ ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. കാരണം നമ്മൾ ഒത്തിരി നാളിങ്ങനെ ലോങ് ഹെയർ കൊണ്ട് നടക്കുമ്പോഴത്തേനും ഒന്നാമത്തെ കാര്യം എനിക്കാണെങ്കിൽ മുടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാട് മീൻസ് ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ട് എൻ്റെ കൂടെ ആണെങ്കിൽ വലിയ മുടിയുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ സ്മൂത്തനിങ് ചെയ്തപ്പോൾ പിന്നെ കുറച്ചുകൂടി നീളം വെച്ചാണ്. പിന്നെ തന്നെയല്ല ഇപ്പോൾ നീളം മാത്രമേ ഉള്ളൂ മീൻസ് താഴോട്ടൊന്നും ഉള്ളില്ല. അപ്പം എന്തായാലും എനിക്ക് നല്ല ഷോർട്ടായിട്ട് വെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഹായ്, വിച്ച് കോളേജ് ആർ യു സ്റ്റഡിങ് ആൻഡ് വേർ ആർ യു ഫ്രം? ഓക്കെ, ഞാനിപ്പോൾ പഠിക്കുമല്ല, ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ശാസ്താംകോട്ട KSMDB കോളേജിലാണ്. പിന്നെ വേറെ ആർ യു ഫ്രം കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഹെയർ കെയർ റൂട്ടീൻ, ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ആൻഡ് സെറം നെയിം പ്ലീസ്. ഓക്കെ, ഹെയർ കെയർ റൂട്ടീൻ എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് റൂട്ടീൻ ഒന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കണ്ണിൽ ഉടക്കുകയാണെങ്കിൽ ഞാനത് പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പം ചിലതൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ബോട്ടിൽ തീരുമ്പോൾ എല്ലാം ഞാൻ പിന്നെ അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല അല്ലെങ്കിൽ അത്രയ്ക്ക് ഇതല്ലെങ്കിൽ ഞാൻ പിന്നെ മേടിച്ച് ഇത് കളയാറില്ല. അതുകൊണ്ട് റൂട്ടീനായിട്ട് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പിന്നെ ഞാൻ സ്നേഹിക്കും, ഞാൻ നല്ല കൊഞ്ചിക്കും, അതൊരു റൂട്ടീനാണ്. സെറം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രീറ്റ്സിൻ്റെ ആണ്. അപ്പം ഇത് നല്ലതാണ്, അത്യാവശ്യം നല്ലതാണ്. എനിക്കിൻ്റെ സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഷാമ്പൂ കണ്ടീഷണർ ബയോളജിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഏത് നമുക്ക് യൂസ് ചെയ്യാം, നല്ലതാണ് മുടിക്ക് എന്നാണ് കേട്ടിട്ടുള്ളത്. ഹെയർ സീക്രട്ട് പറയോ, ഗേൾ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാനാണ്. അയ്യോ സോറി, എനിക്ക് ഹെയർ ഹെറിഡിറ്ററി ആണ്. കാരണവന്മാർക്ക് നല്ല മുടി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് നല്ല മുടി ഉണ്ടായി. അതെന്ന് വെച്ചാൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് നെയിം പ്ലീസ്. ഓക്കെ, ഞാൻ സ്മൂത്തനിങ് ആണ് ചെയ്തിരിക്കുന്നത്. സ്മൂത്തനിങ് കഴിഞ്ഞ ഡിസംബറിൽ ചെയ്തു. ഇപ്പം അടുത്ത ഡിസംബർ ആവാറായോ? കഴിഞ്ഞ ഡിസംബർ മീൻസ് 2024 ഡിസംബറല്ല കേട്ടോ, 2023 ഡിസംബറിലാണ് ചെയ്തത്. അതിപ്പം 1 വർഷം കഴിഞ്ഞു. നെക്സ്റ്റ്, is your height and what's the secret for your long hairs? I think 150 or 149 ആണ്. പിന്നെ സീക്രട്ട് ഓഫ് ലോങ് ഹെയർസ് ഞാൻ പറഞ്ഞല്ലോ, കാരണവന്മാർക്ക് നല്ല മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കും അത് കിട്ടി. ഐ വാണ്ട് ടു മാരി യു. ബാ അല്ല, ഞാൻ ഇപ്പോൾ എന്താ പറയുന്നത്, ഐ വാണ്ട് ടു മാരി യു. Q&A ചോദിച്ചപ്പോഴത്തേനും കേട്ടോ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലല്ലോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടാണോ? ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു സന്തോഷം തോന്നും. അതായത് നമ്മുടെ കാര്യങ്ങൾ തിരക്കാനും ഒന്നല്ലെങ്കിൽ 2 പേരാണെങ്കിൽ അങ്ങനെ അറിയാത്ത ആൾക്കാരാണല്ലോ, എന്നിട്ടും ആണെങ്കിൽ നമ്മുടെ ആബ്സെൻസ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. താങ്ക് യു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ മടി കൊണ്ടിട്ടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല, അതായത് എനിക്ക് വന്ന് ആർട്ടിഫിഷ്യലായിട്ട് കളിച്ചിരിച്ചിരിക്കാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്ന സമയത്ത് മാത്രമേ ഞാൻ പൊങ്ങി വരാറുള്ളൂ. ചൈത്ര ചേച്ചി നേരിട്ട് കണ്ടിട്ടില്ല, ബട്ട് അറിയാം സോ മച്ച്. ഇപ്പോൾ വർക്ക് ചെയ്യാണോ? ആണോ? ഞാൻ കണ്ടിട്ടുണ്ടോ? ഇതാരാ? ഗൗരി ഞാൻ കണ്ടിട്ടുണ്ടോ? എന്നെ അറിയാവോ? താങ്ക് യു. ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് ഇപ്പോൾ വർക്ക് ചെയ്യാണ്. 2024 സ്ട്രൈക്കായ കുറച്ച് കാര്യങ്ങൾ പറയാമോ? സ്ട്രൈക്കായ കുറച്ച് കാര്യങ്ങൾ പറയാമോ എന്ന് വെച്ചാൽ തൻ്റേതായ നിലനിൽപ്പിന് വേണ്ടിയിട്ട്
സാഹചര്യം അനുസരിച്ച് ആൾക്കാർ മാറും. അത് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമായിരുന്നു. അത് നേരത്തെ അറിയാമായിരുന്നെങ്കിലും ഞാൻ പ്രാക്ടിക്കലായിട്ട് കണ്ടൊരു വർഷമായിരുന്നു 2024 എന്ന് പറയുന്നത്. പിന്നെ 2024 സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ മന്തി നല്ല ടേസ്റ്റാണ്. പിന്നെന്താണ്, പിന്നെ ഒരു കാര്യമാണ് നിർത്താലോ, രണ്ട് കാര്യം പറഞ്ഞല്ലോ, ഒരു കാര്യം പറയാം. അയ്യോ ലിപ്സ്റ്റിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അയാളുടെ പേര് കാര്യങ്ങൾ വിലാസമൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഭയങ്കര ഹൈ പൊസിഷനിൽ ഇരുന്നാലേ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരത്തുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ബിഗിനറാണ്, സ്റ്റാർട്ടർ ആണെങ്കിൽ സെൽഫ് റെസ്പെക്റ്റിന് അത്ര വാല്യൂ നമ്മൾ കൊടുക്കരുത്. വലിയൊരു പൊസിഷനിൽ എത്തിയാൽ മാത്രമേ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് പാടുള്ളൂ എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു ബുൾഷിറ്റ് ഞാൻ കേട്ടു. അത് എനിക്ക് ഏറ്റവും ഒരു റിഗ്രറ്റ് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ കേട്ടിട്ട് ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്തില്ല. എനിക്കാണെങ്കിൽ എപ്പോഴും പറ്റിപ്പോകുന്ന കാര്യം, അതായത് ചില കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനാണെങ്കിൽ ആ ഒരു സമയത്ത് അത് റിയാക്ട് ചെയ്യാൻ വരത്തില്ല. അത് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ അന്നിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അത് എന്തൊരു മണ്ടത്തരമായിരുന്നു പറയും, എന്നിട്ട് ഞാൻ എന്താ തിരിച്ച് പറയാനെന്നുള്ളൊരിത്. അപ്പോൾ പല സാഹചര്യങ്ങളിൽ അങ്ങനെ ആണെങ്കിൽ പറയേണ്ടുന്ന കാര്യം അറിയാണ്ട് പറയാതെ പോയിട്ടുണ്ട്. അപ്പം അതൊരു റിഗ്രറ്റ് ആയിട്ടുണ്ട് 2024. അപ്പം അതെ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ലോങ് വീഡിയോസ് വേണം ആൻഡ് ഡെയിലി വ്ളോഗ്സ്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ലോങ് വീഡിയോസും ഡെയിലി വ്ളോഗ്സും. ഇപ്പോൾ റിമോട്ടൂടെ ആയതുകൊണ്ട് രാവിലെ കയറിയാൽ പിന്നെ ആണെങ്കിൽ സന്ധ്യയ്ക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേനും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും. എന്നാലും എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്ന് നോക്കാം. വിച്ച് സ്പെഷ്യൽ തിങ്സ് ഡു യു ഗിഫ്റ്റ് യുവർ മദർ ഇൻ 2025? ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാന്ന് പറയുന്നത് അമ്മയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അപ്പം ഞാൻ തന്നെ. ടെൽ അബൌട്ട് യുവർ സ്കിൻ കെയർ. ഓക്കെ, എൻ്റെ സ്കിൻ കെയർ എന്ന് വെച്ചാൽ കാണാമോ, പോൺസിൻ്റെ ഈ ഒരു സെറം ഉണ്ട്, അതാണ് എൻ്റെ സ്കിൻ കെയർ ഇപ്പോഴത്തെ. അതായത് ഞാനിപ്പോൾ അത് മാത്രമേ ഇടത്തുള്ളൂ. എനിക്കത് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നാളായി നിർത്തിയിട്ട് ഇരുന്നിരുന്ന് കുഴഞ്ഞു. നിന്നെ എങ്ങനെ വളയ്ക്കും? Can you make spaced bun hairdo? സ്പേസ്ഡ് ബണ്ണെന്ന് വെച്ചാൽ എന്തുവാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ മുടിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സജഷൻ. വാട്ട്സ് യുവർ അംബിഷൻ ആൻഡ് ഏജ്? ഏജ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഏജ് 22 ആണ്. അംബിഷൻ എന്ന് വെച്ചാൽ ടു മേക്ക് മീ ആൻഡ് ദ പീപ്പിൾ അറൗണ്ട് മീ ഹാപ്പിയർ. അതാണ്. BTS ഫാനാണോ? BTS ഫാനല്ല, ആർമി അല്ല. K-ഡ്രാമ കാണും. K-ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്, അതിപ്പോഴും ഇഷ്ടമാണ്, നല്ല രീതിക്ക് കാണും. പവിത്ര ചേച്ചിയുടെ മാരേജ് ഒക്കെ ആവാറായില്ലേ? അപ്പം എങ്ങനെയുണ്ട് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ? മിസ്സ് ചെയ്യുമോ? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും മിസ്സ് ചെയ്യും. എനിക്ക് പവിയേച്ചിയുടെ കല്യാണമായി അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പോവുകയാണെന്നുള്ള ഇതിൽ ഞാൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ എന്തോ എനിക്കറിയില്ല. ഇപ്പോഴും എൻ്റെ മുന്നിൽ നമ്മൾ 4 പേര് മാത്രമാണെന്നുള്ള ഇതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ആണെങ്കിൽ പവിയേച്ചി എന്ന് പറയുന്നത് ആള് എന്താ പറയുന്നത്, കല്യാണപ്രായമൊക്കെ ആയെന്ന് തന്നെ വിശ്വസിക്കാനാണെങ്കിൽ നല്ല പാടാണ്. 4 പേരായിട്ടുള്ള ഇത് മാത്രം മിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ പവിയുടെ കല്യാണം എടുക്കാറായപ്പോഴാണ് ഞാൻ നമ്മളെ 4 പേരിൽ ഇത്രയ്ക്ക് പൊസസീവ് ആയിരുന്നുള്ള കാര്യം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. കാരണം പക്ഷേ ചേട്ടൻ നൈസാണ്, ചേട്ടൻ അടിപൊളിയാണ്, അതുകൊണ്ട് ആരും ഇതില്ല. പവിയെ ഹാൻഡിൽ ചെയ്തോളും. ആളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. പറയുന്നില്ല ഗൈസ്, എനിക്ക് സങ്കടം വരും. എന്നുവെച്ചാൽ സന്തോഷമുള്ള കാര്യമാണ് കല്യാണമൊക്കെ പറയുന്നത്. ആൾക്ക് പുതിയൊരു ലൈഫ്, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പുതിയൊരു ലൈഫും കാര്യങ്ങളെന്നൊക്കെ പറയുന്നതാണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയൊക്കെ ഞാൻ ആൻസർ തന്ന ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡായിട്ട് വന്ന പേര് ഹായ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവം സഹായിച്ചിപ്പം ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി വേറൊന്നും വള്ളി വരായിരുന്ന മതിയായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ്
Q&A. പറ്റുന്ന പോലെ എന്നല്ല, മിക്ക എല്ലാ ചോദ്യത്തിനും ഞാൻ, അതായത് ഒത്തിരി വന്നതാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു കേട്ടോ. എപ്പോഴെപ്പോഴും അതായത് നല്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു 220 സംതിങ്ങോളം റെസ്പോൺസസ് ഉണ്ടായിരുന്നു. അതിൽ നല്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം മിക്കതും ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. അപ്പം ഇതിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ടും അറിയാനായിട്ടുള്ളൊരു സെക്ഷനായിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ഇടാൻ ഭയങ്കര ഒരു ഇതായിരുന്നു. അതായത് എന്ത് ഇടും, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഇടുമ്പോഴത്തേനും അതിന് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ചോദ്യം ഉത്തരം അങ്ങനത്തെ ഒക്കെ ആകുമ്പോഴത്തേനും മിക്ക ഏരിയയും കവർ ചെയ്ത് പോകും. അതുകൊണ്ടാണ് അപ്പോൾ എന്നാൽ പിന്നെ Q&Aയിലൂടെ അങ്ങ് ഇൻട്രൊഡക്ഷനൂടെ ആവാമെന്നുള്ള രീതിക്ക് ഇരുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച ഒരു വീഡിയോ ആയിട്ട് കാണാം. അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കാണാം. ബൈ.